ഹെൽമെറ്റൊക്കെ ഇട്ടേ ചെയ്യാവൂ കേട്ടോ. എൻ്റെ കോലം കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. നമ്മളെ പാറ ഇങ്ങനെ റൗണ്ടിന് നമ്മൾ എടുത്തേക്കുവാണ്. അപ്പോൾ അത് അടുപ്പ് തന്നെ, ഇതൊരു പാത്രമായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു പാത്രം അത് ഞാൻ കൊഞ്ചിങ്ങനെ സൈഡിലോട്ട് വെക്കുകയാണ്. കൊഞ്ച് വെച്ച് നമ്മളങ്ങനെ കൊഞ്ച് ഫ്രൈ റെഡിയായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങൾ അമൽ ബാബു. ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ, മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഒരു പാറ തുറന്നിട്ട് അതിനകത്ത് നമ്മൾ മുട്ടയ്ക്ക് ഓംലേറ്റ് എന്നൊരു വീഡിയോ ചെയ്തില്ലായിരുന്നോ? അത് കണക്കിന് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഒരു സ്റ്റോൺ, ഒരു കല്ലാണ്, നമ്മൾ എന്ത് പറയുന്നത്, ഹോട്ടലൊക്കെ ചെന്നൊരു സ്റ്റോൺ കൊണ്ടുവെക്കും. അത് ഭയങ്കര ചൂടായിരിക്കും, എത്ര ടെമ്പറേച്ചർ ഡിഗ്രി ചൂടാക്കി കൊണ്ടുവെക്കുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ്, ചിക്കൻ, ബീഫ്, ഫിഷ് അങ്ങനെയുള്ള ഐറ്റമൊക്കെ വെച്ചിട്ട് നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റോൺ, അതൊരു പാറയ്ക്കകത്ത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആണ് നിങ്ങൾ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കും. ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് വരുന്നത് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ അമർത്താൻ ഒട്ടും മറക്കണ്ട. ഇതിൻ്റെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറക്കണ്ട. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാമല്ലോ. ഫ്രണ്ട്സ്, ഇതൊരു പാറയാണ്, അത്യാവശ്യം നല്ല പരന്നൊരു പാറയാണ്. ഇതിന് നമ്മൾ രൂപം മാറ്റം വരുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി മെനക്കെട്ട പണിയാണ് ഇത്. കട്ടിങ് എല്ലാം കറക്റ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ, അടുത്ത് നമുക്ക് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൈൻഡർ വേണം, അതാണൊരു ഹാമർ, ഒരു സിസിൽ ഉളിയും വേണം. ഈ മൂന്ന് ഐറ്റം ഉപയോഗിച്ചാണ് നമ്മൾ ആ സ്റ്റോൺ കറക്റ്റാക്കി എടുക്കാൻ പോകുന്നത്. അന്നേരം വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അന്നേരം നമുക്ക് തുടങ്ങിയാലോ. പിന്നെ ഒരു കാര്യം, മാസ്ക് ഇട്ടിട്ടേ ചെയ്യാം കേട്ടോ. ഈ പാറപ്പൊടി നല്ല സൂപ്പറായിരിക്കും. മാസ്ക് എന്തായാലും അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും കാണും. കൊറോണ ആയതുകൊണ്ട് എപ്പോഴും കൂടെ കാണുന്ന സാധനമാണ്. അന്നേരം മാസ്ക് ഇട്ടിട്ടേ ചെയ്യാവൂ, പൊടി കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ പാറ. ഈ പാറ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പോകും. ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്നിട്ട് നമ്മൾ സ്റ്റോണിൻ്റെ പണി കഴിഞ്ഞു. ഹെൽമെറ്റൊക്കെ ഇട്ടേ ചെയ്യാവൂ കേട്ടോ. എൻ്റെ കോലം കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. നമ്മളെ പാറ ഇങ്ങനെ റൗണ്ടിന് നമ്മൾ എടുത്തേക്കുവാണ്. നേരത്തെ നമ്മൾ മുമ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ സെൻറ്ററായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ വെച്ച് വിശാലമായിട്ട് അത്യാവശ്യം ഇത്രയെങ്കിലും കനം വേണം കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ വൃത്തിയിടാവും. ഇത്രയും കനമെങ്കിലും വേണം പാറയ്ക്ക്. എന്നാൽ ആ ഹീറ്റ് നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ. ആദ്യം ചൂടായി വരാൻ ഒരു 10 മിനിറ്റോളം എടുക്കുമായിരിക്കും. പിന്നെ ചൂട് പെട്ടെന്ന് പോകത്തില്ല. അതാണ് ഈ പാറയുടെ പ്രത്യേകത. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു റൗണ്ട് ഓവൽ ഷേപ്പിനൊക്കെ ചെയ്തെടുത്തേക്കുവാണ്. ഹെൽമെറ്റ് അങ്ങ് ഊരാം, അതായിരിക്കും നല്ലത്. ഹെൽമെറ്റൊക്കെ ചെയ്യാം കേട്ടോ. കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് പ്രശ്നം വേറെ. പാറയുടെ ചീൾ വീണാൽ അത് ഡേഞ്ചറാണ്. അന്നേരം അടുത്ത് നമുക്കിത് കുക്ക് ചെയ്യേണ്ട രീതിയിലോട്ട് പോകാം. അതിനുമ്പോൾ ഞാൻ പോയി ഫ്രഷ് കുളിച്ചിട്ടൊക്കെ ഒന്ന് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം വെയിറ്റ്. അടുത്ത് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അടുപ്പ് കൂട്ടാനുള്ള കല്ല്.
ഒരു 3 പാറക്കല്ല്, ഒരു 3 പാറക്കല്ലാണ് ഇപ്പോഴും ഞാൻ എടുത്തിരിക്കുന്നത്. 3 പാറക്കല്ല് വെച്ച് അടുത്ത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ പാറയുടെ മുകൾ ഭാഗം ഗ്രൈൻഡ് വെച്ചിരുന്ന ആ ഭാഗം ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു അടുപ്പ് തന്നെ, ഇതൊരു പാത്രമായിട്ട് ചിന്തിച്ചാൽ മതി. ഇതൊരു പാത്രം, മറ്റൊരു അടുപ്പ് കൂട്ടാനുള്ള ഒരു കല്ല്. നമ്മുടെ സൗകര്യപ്രകാരം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അടുപ്പ് സെറ്റാക്കി നമ്മളെ പാനൽ, നോൺ സ്റ്റിക്ക് പാനൽ, അടിയിൽ പാനലാണ്. ഇനി തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ കല്ല് ചൂടായി വരാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് വേണ്ടെന്ന് തോന്നുന്നു. ഒരു 10 മിനിറ്റോളം ഈ കല്ല് ചൂടായി എടുക്കുന്ന സമയമുണ്ട്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണ് ഐറ്റംസ് എന്താ ഞാൻ കാണിച്ചു തരാം. അതിന് പ്രത്യേക അരപ്പുണ്ട്. ആ അരപ്പൊക്കെ ജസ്റ്റ് ഞാൻ തന്നെ അത് എൻ്റെ ഐഡിയ തോന്നിയ അരപ്പുകളാണ്, അല്ലാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊന്നും അല്ല. അടുത്ത് നമ്മൾ കല്ല് ചൂടാൻ വേണ്ടിയുള്ള ഒരു തീ ആണ് കത്തിക്കുന്നത്. ആദ്യം കുറച്ച് ഓലക്കാൽ, അതുകൂടാതെ തന്നെ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തു. ന്യൂസ് പേപ്പറാണ് ആദ്യം കത്തിക്കുന്നത്. ന്യൂസ് പേപ്പർ അങ്ങോട്ട് വെച്ചതിന് ശേഷം കുറേശ്ശെ ഓലക്കാലെടുത്ത് അങ്ങോട്ട് വെക്കുകയാണ്. ഓലക്കാൽ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് വെക്കുന്ന പറഞ്ഞാൽ കുറച്ച് മടലാണ് വെക്കുന്നത്. അടുത്ത കൊതുമ്പാണ് വെച്ചത്. എന്തായാലും ഇത് കത്തി ചൂടായ വരെ സമയം എടുക്കും. ആ സമയത്തിനുള്ളിൽ നമ്മൾ കുറച്ച് വിറകും കൂടെ ഒപ്പിച്ചുകൊണ്ടിരാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പാറ എടുത്തു, ടോപ്പെല്ലാം ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു അടുപ്പ് പോലെ കൂട്ടിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ഈ ടോപ്പിലോട്ട് പാറ എടുത്ത് വെച്ചു. അതിനുശേഷമാണ് നമ്മൾ തീ കത്തിച്ചതിന് ശേഷം ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന ചെമ്മീനാണത്. ഇത് ചൂരയാണ്. ഈ 2 സാധനമാണ് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, സാധാ പച്ചമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇതൊരു ചേരുവ. ഇതിനു വേണ്ടിയൊരു മസാല കൂട്ടാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതാണ് ഒരു കല്ലെടുക്കുക. അറിയാലോ നമ്മുടെ വീട്ടിലൊക്കെ വറ്റൽമുളക്, സാധാ പച്ചമുളക്, പിന്നെ വെളിച്ചെണ്ണ, അത്യാവശ്യം ഉപ്പും കാര്യങ്ങളെല്ലാം. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കുറച്ച് മസാലക്കൂട്ട്. നമ്മളിത് കുക്ക് ചെയ്യാൻ പോകില്ല, അതിന് വേണ്ടിയുള്ള കുറച്ച് മസാലയാണ് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ. പൊട്ടി അടിപൊളിയായിരിക്കും. കുറച്ച് വറ്റൽമുളക് ഇടുക. ഇത് നമ്മൾ അറിയില്ല, സാധാരണ എല്ലാ വീട്ടിലും അത്യാവശ്യം എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇത് കണക്കൊരു കല്ലാണ്, ഒരു ഇടികല്ലാണ്. അത്യാവശ്യം നമ്മൾ അരപ്പൊക്കെ മിക്സി ഇല്ലാത്തടത്തൊക്കെ അരപ്പ് അരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ടു. കല്ലുകൊണ്ട് ജസ്റ്റ് വേണമെന്ന് ഇടിച്ച് താമക്കി കൊടുക്കുക, അല്ലെങ്കിൽ മൊത്തം നിറഞ്ഞ് പുറത്തു പോകും. പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തേക്കണം കേട്ടോ. 3 പച്ചമുളക് ഇട്ടു. നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, ഇതിനിടയ്ക്ക് വേറെ സംഭവം നടന്നു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടുമായിരുന്നു. ആ കാര്യം വിട്ടുപോയി. റെക്കോർഡിങ് സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ അരപ്പങ്ങനെ കുറച്ചൊക്കെ അരഞ്ഞിരിക്കുകയാണ്. നമ്മൾ വറ്റൽമുളക് വെച്ച് പാടാണ് അരഞ്ഞു വരാനേ. കാരണം ഉണങ്ങിയ മുളകില്ലേ, നമ്മൾ സാധാ പച്ചമുളക് നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ അരച്ചെടുക്കുന്നേ. പിന്നെ അരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖം അടുത്തോട്ട് വെച്ചിരുന്ന് ഇടിക്കരുത്. ഇടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മുഖത്ത് തെറിച്ച് വീഴാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ഇടിക്കാൻ പറഞ്ഞിട്ട് ഇടിച്ചെന്നും പറഞ്ഞ് കിടന്ന് കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും വരരുത്. അടുത്ത നമ്മളിങ്ങനെ അരച്ച് വറ്റൽമുളക് കേട്ടോ പാടരയാനേ. ഫ്രണ്ട്സ്, നമ്മളെ ആദ്യം കല്ല് ചൂടായോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം ഞാൻ
റെക്കോർഡ് ചെയ്യാൻ മറന്നു കേട്ടോ, റെക്കോർഡ് ചെയ്യാൻ മറന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് റെക്കോർഡ് ചെയ്യാൻ മറന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, സോറി കല്ല് ചൂടായില്ലെന്ന് അറിയാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ നമ്മൾ ആ വെള്ളം പെട്ടെന്ന് തന്നെ വേപ്പറായി പോകും. അന്നേരം മനസ്സിലായിക്കോണം കല്ല് ചൂടായെന്ന്. അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരച്ച അരപ്പ് അതിനകത്തിട്ടു. നമ്മൾ അരപ്പാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ക്ഷമിക്കണം, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അരപ്പ് അങ്ങനെ അരപ്പ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ. ഈ കല്ല് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കല്ല് ചരിഞ്ഞു പോകും. അന്നേരത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ എണ്ണ അതിൽ നിൽക്കാതാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത കുഴി ഉണ്ടല്ലോ, ഈ കുഴി ഒന്നും കൂടെ താത്തി ചെയ്യണം. നമ്മൾ അരപ്പ് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മൾ കുക്ക് ചെയ്യാൻ പാകം ചെയ്യാം എന്ന് വെച്ചാൽ വറുത്തെടുക്കാൻ പോകുന്ന കൊഞ്ചുമാണ്. കൊഞ്ചിനകത്തൊരു ഈർക്കൽ കയറ്റി എടുത്തേക്കുന്നതാണ്, അത് വളഞ്ഞു പോയിരിക്കാൻ വേണ്ടി. അടുത്ത നമ്മൾ ചൂരയാണ്. ആദ്യം ഞാൻ കൊഞ്ചിങ്ങനെ സൈഡിലോട്ട് വെക്കുകയാണ്. കൊഞ്ച് വെച്ച് കൊഞ്ചിങ്ങനെ സൈഡിലോട്ട് വെക്കുകയാണ്. നമ്മളെ കൊഞ്ച് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കല്ല് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ കല്ല് എത്ര ചൂടായാലും നമ്മൾ അതിൽ ഇടുന്ന സാധനങ്ങൾ കരിഞ്ഞു പോകത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ കല്ലിനകത്ത് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. കാരണം അത് കരിഞ്ഞു പോകത്തില്ല. അതാണ് മെയിൻ. കാരണം നമ്മൾ ഇത്രയും നേരം ഞാൻ ഈ മസാലക്കൂട്ട് ആദ്യം ഇട്ട മസാലക്കൂട്ട് ഇതുവരെക്കത് കരിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അരപ്പ് അരച്ചിട്ട് ആ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിലുള്ള നമ്മൾ അരപ്പ് വാരി തേച്ചിട്ടാണ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത്. ഇതൊരു ചൈനീസ് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ സാധാരണ അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മുളക്, ഇതാണ് വറ്റൽ മുളക്, കുറച്ച് പച്ചമുളക്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചേർത്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രീതി തന്നെ. കാരണം നമ്മൾ കൊഞ്ചെടുത്തിട്ട് ഈർക്കിൽ കൊരുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ജസ്റ്റ് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. ഞാൻ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അടുത്ത് നമ്മൾ തിരിച്ച് വെക്കുകയാണ് കേട്ടോ. വൺ സൈഡ് കുക്കായിട്ടുണ്ട്, അടുത്ത് നമ്മൾ തിരിച്ച് വെക്കുകയാണ്. നമ്മൾ ഈർക്കിൽ കൊണ്ടുള്ള ഗുണം ഇതാണ് കേട്ടോ, തിരിച്ച് വെക്കാനൊക്കെ എളുപ്പമാണ് സംഭവം. വൺ സൈഡ് വന്നിട്ടുണ്ട്. കല്ല് നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ കയ്യിൽ അങ്ങോട്ട് അടുത്തോട്ട് പിടിക്കാൻ പയ്യ, അത്രയ്ക്കും നല്ല ചൂടാണ്. നമ്മളെ കൊഞ്ച് കുക്കായിരുന്നു, നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ എടുക്കാൻ ഇതണക്ക് ഒരു ഈർക്കിൽ വെക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ആ കൊഞ്ച് ചുരുണ്ട് പോകത്തില്ല. ആ ഒരു ഉപയോഗമുണ്ട് ഇങ്ങനെ ഈർക്കിലിനകത്ത് കുരുത്ത് വെച്ചാലേ. മസാലയാണ്, നമ്മൾ മസാലക്കൂട്ടാണ്. ഉണ്ട്, അത് മസാലക്കൂട്ട് കരിഞ്ഞൊന്നും പോട്ടില്ല. സാധാരണ നമ്മൾ പാത്രത്തിലൊക്കെ ഒരുപാട് തീ ആയി കഴിഞ്ഞാലേ ആവി ചൂടടിച്ച് അത് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അത് ഈ ചെവിൻ്റെ അടിയിലൊക്കെ പിടിച്ച് ഇളവി വരാത്ത രീതിയിൽ കരിഞ്ഞങ്ങ് പിടിക്കും. ഇതാകുമ്പോഴത്തേക്കും നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കോരിങ് എടുക്കാം. നമ്മളങ്ങനെ കൊഞ്ച് ഫ്രൈ റെഡിയായി. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ചൂര ഫ്രൈയിലോട്ട് പോകാം.
നമ്മളങ്ങനെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചൂരയിലോട്ട് പോകാം. ഇത് കൊഞ്ച് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറ്റിക്കുക, ലാസ്റ്റ് നമുക്ക് ഒന്നിച്ചും കഴിയാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാൻ രുചി എങ്ങനെ ഉണ്ടെന്ന്. അടുത്ത് നമ്മൾ ചൂര ഫ്രൈ ചെയ്യാൻ പോകും കേട്ടോ. അടുത്ത് ചൂര ഫ്രൈ ചെയ്യാൻ പോകാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മളെ മസാലക്കൂട്ട്, അടുത്ത മസാലക്കൂട്ട് കുറച്ചെടുത്തു. കുറച്ച് മസാലക്കൂട്ട് എടുത്തു. അതങ്ങോട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കൊഞ്ച് ഫ്രൈയും ചൂര ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. സംഭവം അടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് അരച്ചതേ, കൈ കൊണ്ട് ആ കല്ലിനകത്ത് ഇടിച്ച് അരച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടെ താടിയിൽ ഇപ്പോഴും പിടിച്ച്. സംഭവം നല്ല നീറ്റില്ല കേട്ടോ. അന്നേരം അതും ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ കൊഞ്ച് ഫ്രൈ കണ്ടോ ഇരിക്കുന്നത്, കൊഞ്ച് സാധാരണ വളഞ്ഞിലിരിക്കുന്നത്, ഇപ്പോൾ നൂന്നിരിക്കുന്നുണ്ടല്ലേ, അത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇറുക്കിൽ കയറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു പോകത്തില്ല, ചുരുണ്ട് പോകത്തില്ല. പിന്നെ ബീഫ് ഇടയ്ക്കിടെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി കേട്ടോ, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ വിട്ടുപോയി, അതൊക്കെ ക്ഷമിക്കുക. എന്നാലും സംഭവം എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അവിടെ നമ്മളൊന്ന് സംസാരിച്ച് സമയം കാണുന്നില്ല, ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം കൊള്ളാം, എരിവുള്ള എരി ഇച്ചിരി കുറയ്ക്കുന്ന നല്ലതായിരുന്നു കേട്ടോ. ബീഫ്, നമ്മൾ ബീഫില്ലേ അതേ ടേസ്റ്റ് കേട്ടോ ബീഫിൻ്റെ. നമ്മളെ ചൂര ഫ്രൈ കേട്ടോ കൊള്ളാം, ചൂര ഫ്രൈ സൂപ്പർ. പക്ഷേ എരി ഇച്ചിരി കൂടിപ്പോയി. അന്നേരം ഇച്ചിരി ലേശം എരി കുറച്ച് ചെയ്യുന്നതല്ലായിരിക്കും കേട്ടോ. സംഭവം അടിപൊളി സ്പൈസി കേട്ടോ, നല്ല എന്താ പറയുന്നത്, സ്പൈസിയാണ്, സ്ക്രിപ്റ്റിയാണ് കേട്ടോ. കഴിച്ച് നമ്മൾ എന്താ പറയുക, നമ്മളെ മിച്ചർ കഴിക്കണ കേട്ടോ. മിച്ചർ കഴിക്കുമ്പോൾ അല്ല മുരുമുര രീതിയിൽ കണക്ക് ഉണ്ട്. കൊള്ളാം, സംഭവം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സ്റ്റോൺ കണക്ക് ഗ്രൈൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാസ്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരു ഹെഡ്സെറ്റും വെച്ചോ, കാരണം ശബ്ദം കൂടുതലാണ്. അത് നോക്കി ഹെൽമെറ്റും കേട്ടോ. ഹെൽമെറ്റിൻ്റെ കാരണം ഈ ചീൾ തെറിച്ച് കണ്ണിൽ വീഴാൻ ചാൻസ് കൂടുതലായിരിക്കും. സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴൊക്കെ വൈകുന്നേരം സന്ധ്യ സമയങ്ങളിലൊക്കെ ജസ്റ്റ് കുറച്ച് തീ കൂട്ടിയിട്ട് സംഭവം എല്ലാവരും ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ചൂട് കണ്ട് ഒരു നമ്മൾ തീ അണച്ചാൽ തന്നെ ഒരു അരമണിക്കൂറോളം ചൂട് അതിനകത്ത് നിൽക്കും കേട്ടോ. നമ്മൾ ഇടയ്ക്കിട്ട് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ചെറിയ വീഡിയോ, ചില ഹോട്ടലിലൊക്കെ സ്റ്റോൺ കൊണ്ടുവച്ച് നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ കൊണ്ടുവെക്കുന്നത്. മസാല കൂട്ടെല്ലാം കൊണ്ടുവെക്കും. പച്ച മാംസം, ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും പച്ച മാംസം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അടുത്ത് കട്ട് ചെയ്തിട്ട് അത് വെച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ്. അതിനകത്ത് എന്തോ വേറെ മസാലക്കൂട്ട് ലിക്വിഡായിട്ടിരിക്കുന്നത്, അത് മുക്കിയാണ് കഴിക്കുന്നത്. സംഭവം അടിപൊളിയാണുണ്ട്. അന്നേരം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ ഒട്ടും മറക്കണ്ട. ഇതിൽ വീണ്ടും ഇതിനെക്കാട്ടും മികച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഫ്രണ്ട്സ്, ഇതൊരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കൂടുതലായിട്ടുണ്ടോ ഈ കല്ലെടുത്ത് മാറ്റിയിട്ടേ. ഇപ്പം നോക്കിയപ്പോൾ ഞങ്ങൾ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചപ്പോൾ ആ വെള്ളം കൂടെ തിളയ്ക്കുന്നുണ്ടോ, ആ തിളപ്പുണ്ടോ. കാരണം ഇത് എത്ര ഒരു 15 മിനിറ്റ് ഒന്നുമല്ല, അതിൽ കൂടുതലൊക്കെ അതിന് ചൂടിക്കും. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഈ ചൂടിങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ.